ഇറ്റ്സ് മീ ലക്ഷ്മി. ഞാനിന്ന് ഓഫീസിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് സോണിയെ വിളിച്ചിട്ട് പറയുന്നത് ലെറ്റ്സ് ഗോ ഫോർ ലഞ്ച്. നോക്കാതെ ചെയ്തിരിക്കും. അങ്ങനെ നമ്മളെല്ലാരും കൂടി ലഞ്ചിന് പോകുന്നതിന് ഒരു റീസണും കൂടി ഉണ്ട് കേട്ടോ. നമ്മളുടെ കൊളീഗ് വന്ദനയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇവിടെ. നിങ്ങൾക്കറിയോ, ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ നോൺ വെജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ എത്തി പിന്നെ മോന് നല്ല ആംബിയൻസ്, ദേ ആകാശൊക്കെ താഴെ വന്നിക്കണം. പിന്നെ നമ്മളുടെ ഇമ്പോർട്ടന്റ് പാർട്ടായ ഫുഡ് ഓർഡറിംഗിലേക്ക് കടന്നു. ഒരു നാട്ടിൽ പോയാൽ അവിടുത്തെ ഫുഡ് കഴിക്കണല്ലോ എന്നോർത്ത് ഞാനൊരു നോർമൽ പാവ് ഭാജിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾക്ക് ആദ്യം കിട്ടിയത് ചുട്ടുപപ്പടം വിത്ത് പച്ച ചട്നി ആൻഡ് ചുട്ടുപപ്പടം വിത്ത് മിച്ചർ പോലത്തെ സാധനം അലോങ് വിത്ത് തക്കാളി. ആദ്യം ഒരു ഫീൽ തോന്നിയെങ്കിലും അവർ തന്നതല്ലേ എന്നോർത്ത് ഞാനതൊക്കെ തിന്നു. ഇതാണ് മോനെ നമ്മളുടെ മെയിൻ ഐറ്റം പാവ് ബജി. സാധനം കൈ കിട്ടിയപ്പോഴാണ് ഇതിപ്പോ ഇങ്ങനെ കഴിക്കുക ഈ ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ. പിന്നെ അവരൊക്കെ കഴിക്കണത് ഇടങ്ങണ്ണിട്ട് നോക്കി കണ്ടുപിടിച്ച് ഞാനും തിന്നു. സാധനം കൊള്ളാം. കഴിച്ചു കുറച്ചെത്തിയപ്പോഴാണ് ഒരു ഓണസദ്യ സിമ്പിളായി കഴിക്കണേ എനിക്കിത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. ഗൈസ്, ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. എന്റെ പേര് എന്റെ ഡാഡിക്ക് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്, അല്ലെ ഞാൻ തകർത്താനെ. കൈ എഴുകാൻ പോയപ്പോഴാണ് നമ്മളെ കാത്തിരുന്ന മറ്റൊരു മഹാത്ഭുതം ഉണ്ടായിരുന്നത്. ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് കത്തുകയും ആളില്ലെങ്കിൽ ലൈറ്റ് തനിയെ ഓഫ് ആവുന്നതുമായ ഒരു മാജിക്. കുറച്ചു നേരം ആ ടെക്നോളജിയൊക്കെ കണ്ടു ഉള്ളിലേക്കും പുറത്തേക്കും കയറിയൊക്കെ കളിച്ച് അവസാനം അവരുടെ വായിലിരിക്കണം മൊത്തം കേട്ട് വലിയ മടിച്ച് റെസ്റ്റോറന്റിനോട് ടാറ്റോ പറഞ്ഞ് വീണ്ടും നമ്മൾ ഓഫീസിൽ കയറി. അപ്പൊ അത്രയുള്ളൂ. ശരി, ബൈ.